എല്ലാവർക്കും നമസ്കാരം. ഏവർക്കും വിജയമന്ത്ര ഓൺലൈൻ ഹിന്ദി ലേണിംഗ് ചാനലിലേക്ക് സ്വാഗതം. ഹതാശ സെ ഏക് വ്യക്തി ബൈഠ് ഗയാ ഥാ എന്ന നരേഷ് സക്സേനയുടെ ടിപ്പണിയുടെ പാർട്ട് 1 എല്ലാവരും കണ്ടു കാണുമല്ലോ. ഏവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് ആ പാഠത്തിൻ്റെ ബാക്കിയുള്ള ഭാഗമാണ് നമുക്ക് പഠിക്കാൻ പോകേണ്ടത്. അതിനു മുൻപൊരു കാര്യം പറയട്ടെ. എല്ലാവരും ഈ ചാനൽ കാണുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. നമസ്തേ ബച്ചോ. പഹലെ ക്ലാസ് മേ ഹംനെ ക്യാ ക്യാ പഠാ താ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയായിരുന്നു പഠിച്ചിരുന്നത്? सबसे पहले उस पाठ का नाम क्या है? उस पाठ का नाम क्या है? हताशा से एक व्यक्ति बैठ गया था. वो ही उनका नाम था. अदायद അതിൻ്റെ ചാപ്റ്ററിൻ്റെ പേര് ഹതാശ സെ एक व्यक्ति बैठ गया था. और उसके लेखक कौन है? നരേഷ് സക്സേന. ലേഖകൻ ആരായിരുന്നു? നരേഷ് സക്സേന. കിസ് വിധാ കി രചന ഹെ? ഏത് തരത്തിലുള്ള രചനയായിരുന്നു? ഉപന്യാസമാണോ, സ്റ്റോറിയാണോ, പോയമാണോ, എന്തായിരുന്നു? वो तो एक टिप्पणी है. ഒരു ടിപ്പണി അല്ലെ നോട്ട് ആയിരുന്നു. और किसकी कविता के आधार पर जो टिप्पणी लिखा है? ആരുടെ കവിതയെ അടിസ്ഥാനമാക്കിയായിരുന്നു टिप्पणी തയ്യാറാക്കിയിരുന്നത്? विनोद कुमार शुक्ल की कविता के आधार पर. और इसमें कवि ने इस पाठ में तो उनके कविता भी दिया है, लेखक ने कविता भी लिया है. और कवि प्रस्तुत कविता के ज़रिए हमें क्या संदेश देते हैं? इस कविता के ज़रिए हमें कवि एक संदेश हमें दिया है. वो संदेश क्या है? അതായത് ഈ കവിതയെ അടിസ്ഥാനമാക്കി നമുക്കൊരു സന്ദേശം ലഭിക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ ആ സന്ദേശം എന്താ? कवि के मत में सब लोग हर एक के क्या जानना है? हताशा को जानना है. അതായത് കവിയുടെ അഭിപ്രായത്തിൽ എല്ലാവരും ആ കുറിപ്പെഴുതുമ്പോൾ നമ്മുടെ ലേഖകനും അഭിപ്രായം പറയുന്നുണ്ട്. കാരണം എല്ലാവരും ഒരു വ്യക്തിയുടെ നിരാശ അല്ലെ അസഹായത അല്ലെ സങ്കട് എന്നിവയാണ് അറിയേണ്ടത്. കിസ്കോ നഹീൻ ജാന്നാ ഹേ? അതായത് എന്തിനെയൊക്കെ അറിയാൻ പാടില്ലാത്തതാണ്, എന്തിനെയൊക്കെ അറിയാൻ പാടില്ല എന്ന് പറയുന്നു. ഉസ് വ്യക്തിക്ക് നാം, പത, ഉമ്ര ആദി കോ ജാനനെ കി ജറൂരത്ത് നഹീ ഹെ. കാരണം വയസ്സോ പേരോ ജാതിയോ പദവിയോ ഒന്നും അറിയേണ്ട ആവശ്യം ഇല്ല. और यहाँ भी कवि या लेखक इस प्रकार बताया है कि हर एक व्यक्ति मुसीबत में पड़ने वाले है तो उसकी सहायता करना है. അതായത് ഏതെങ്കിലും ഒരു വ്യക്തി പ്രയാസത്തിൽ അകപ്പെടുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആ വ്യക്തിയെ സഹായിക്കേണ്ടതായിട്ടുണ്ട്. क्योंकि उस अवसर पर उस व्यक्ति के नाम, पता और उम्र की आवश्यकता नहीं है. കാരണം നമ്മൾ ആ സമയത്ത് ആ വ്യക്തിയുടെ പേരോ വയസ്സോ അഡ്രസ്സോ ഒന്നും അറിയേണ്ട യാതൊരു ആവശ്യവുമില്ല. हमें जो मालूम है कि वो व्यक्ति संकट में है, इसलिए उसे क्या करना है? उसकी सहायता करना है. इसके लिए हर एक के मन में जो मनुष्यता का भाव भर जाना है. അതായത് എന്താണ് പറയുന്നത്? അതിനുവേണ്ടി നമ്മുടെ മനസ്സിൽ എന്തുണ്ടാകണം? മനുഷ്യത കാ ഭാവ് ഭർണ അനിവാര്യ ഹേ. മനുഷ്യത്വം എന്നുള്ള ഭാവം എല്ലാവരിലും ഉണ്ടാകണം. അതാണ് നമുക്ക് ഈ പാഠഭാഗത്തിൽ നിന്നും പറഞ്ഞു തരുന്ന ഒരു സന്ദേശം. ഓക്കെ, നമുക്കിനി കണ്ടിന്യൂ ചെയ്യാം. കവി ലഗാതാർ नहीं जानने और जानने का बयान करती जाती है. शिल्प की इस बारीक कारीगरी को देखे. അപ്പോൾ പറയുകയാണ് കവിത ലഗാതാർ നഹീ ജാനനെ ഓർ ജാനനെ കാ ബയാൻ കർത്തി ജാത്തി ഹെ. ഈ കവിത എന്താ? തുടർച്ചയായി 2 വേർഡ്സാണ് ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നത്. നഹീ ജാനനെ ഓർ ജാനനെ എന്നുള്ള ആ 2 വേർഡ്സാണ് ഇവിടെ വർണ്ണിച്ചുകൊണ്ടിരിക്കുന്നത്. हाँ तो कविता लगातार तो नहीं जानने और जानने का बयान करती रहती है. സ്മരണ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതായത് അറിവില്ല, എനിക്ക് അറിയാൻ സാധിക്കുന്നില്ല, അറിയാൻ സാധിക്കുന്നു. ഈ 2 വേർഡ്സാണ് ഈ കവിതയ്ക്കകത്ത് വർണ്ണിക്കുന്നത്. ശില്പ കി ഇസ് ബാരീക് കാരിഗരി കോ ദേഖേ. അതായത് ശില്പപക്ഷത്തിൻ്റെ അല്ലെ അതിൻ്റെ ശില്പപരമായിട്ടുള്ള ഈ സൂക്ഷ്മമായ രചനാകൗശലത്തെ ഒന്ന് നോക്കാം നമുക്ക്. ശില്പക്ക് ഈ ബാരീക് കാരിഗരി കൊതൊക്കെ ശില്പപക്ഷത്തിൻ്റെ അല്ലെ ശില്പപരമായിട്ടുള്ള ഈ സൂക്ഷ്മമായ രചനാകൗശലത്തെ നമുക്കൊന്ന് നോക്കാം. അത് പറയുകയാണ് താഴെ കവി. वो मुझे नहीं जानता था, हाथ बढ़ाने को जानता था. हम एक दूसरे को नहीं जानते थे, साथ साथ चलना जानते थे.
यह नहीं जानना और जानना कविता में किसी लोकगीत के स्थाई की तरह बार बार लौटता है. ഇവിടെ കവി പറയാണ്, वह मुझे नहीं जानता था, हाथ बैठाने को जानता था. हम एक दूसरे को नहीं जानते थे, साथ साथ चलना जानते थे. അവൻ എന്നെ അറിയില്ലായിരുന്നു, പക്ഷേ കൈ നീട്ടുന്നതിനെ അവൻ അറിയാമായിരുന്നു. ഹം ഏക് ദൂസരെ കോ നഹീ ജാൻതേ ഥേ, ഞങ്ങൾക്ക് പരസ്പരം ഒന്നും അറിയില്ലായിരുന്നു. സാത്ത് സാത്ത് ചലന ജാൻതേ ഥേ, പക്ഷെ ഞങ്ങൾക്ക് ഒന്നിച്ചു പോകുവാനായിട്ട് അറിയാമായിരുന്നു. യഹ് നഹീ ജാന്ന ഓർ ജാന്ന കവിതാ മേ കിസി ലോകഗീത് കെ സ്ഥായി കി തരഹ് ബാർ ബാർ ലൗട്ട്താ ഹെ. ഈ നഹീ ജാന്ന അറിയില്ല എന്ന് പറയുന്നതും ഓർ ജാനന അറിയുന്നു എന്ന് പറയുന്നതും കവിതാമേ കിസി ലോകഗീത് കെ സ്ഥായി കി തരഹ് ബാർ ബാർ ലൗട്ട്താ ഹെ. കവിതയിൽ ഏതോ ഒരു ലോകഗീത് നാടൻ പാട്ട്, നാടൻ പാട്ടിലെ സ്ഥായിക്ക് തരഹ്, സ്ഥായി മീൻസ് വായ്ത്താരിയാണ്, സ്ഥായിയെ പോലെ തന്നെ അല്ലെ വായ്ത്താരി പോലെ തന്നെ ഇങ്ങനെ കടന്നു വന്നുകൊണ്ടേ ഇരുന്നു. गद्य में लिखी हुई किसी कविता में लिरिकल या गीतात्मकता का बोध इस खूबी के साथ हिंदी की किस कविता में आया है याद नहीं आ रहा. അതായത് ഗദ്യത്തിൽ എഴുതിയ ഏതെങ്കിലും കവിതയിൽ ഗീതാത്മകതാക്ക ബോധ്, ഗീതാത്മകത അല്ലെങ്കിൽ ലിറിക്കലാണ്, അപ്പം ഗീതാത്മകതയോടുകൂടിയുള്ള താളം, ഇസ് ഖൂബി കെ സാത്ത് ഇത്രയും സവിശേഷതയോടുകൂടി ഹിന്ദിക്ക് കിസ് കവിതാമയായി, ഹിന്ദിയിലെ ഏതെങ്കിലും കവിതയിൽ വന്നിട്ടുണ്ടോ എന്ന് യാദ് നഹി ആ രഹ, എനിക്ക് ഓർമ്മയിൽ വരുന്നില്ല. അപ്പം ഗദ്യത്തിൽ എഴുതിയ ഏതെങ്കിലും കവിതയിൽ ഗീതാത്മകതയോടുകൂടിയുള്ള സവിശേഷത, അതെ ആ താളത്തിൽ ഇത്രയും സവിശേഷതയോടെ ഹിന്ദിയിലെ ഏതെങ്കിലും ഒരു കവിതയിൽ ഇതുപോലെ വന്നിട്ടുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല. जैसे किसी गज़ल में आखिरी शेर के आखिरी शब्द श्रोताओं की ज़ुबान पर आपसे आप आ जाते हैं, वैसे ही इस कविता के अंतिम शब्द यानी साथ साथ चलना के बाद यदि कविता पाठ रोक दिया जाए तो सुनने वाले खुद वाक्य पूरा कर देंगे और कह देंगे जानते थे. അതായത് ജैसे किसी गज़ल में आखिरी शेर के आखिरी शब्द, ഏതെങ്കിലും ഒരു ഗദ്യത്തെ, അതായത് ഗസലിൽ, ഏതെങ്കിലും ഒരു ഗസലിലെ ആഖിരി ഷേർ, ആഖിരി എന്ന് വെച്ചാൽ അവസാനത്തെ ഷേർ, കവിതയിലെ വരിയാണ് ഷേർ. അപ്പോൾ ഏതെങ്കിലും ഒരു ഗസലിലെ അവസാനത്തെ വരിയിലെ ആഖിരി ശബ്ദം, അവസാനത്തെ വാക്കിനെ പോലെ എന്താണ് വരുന്നത്? ശ്രോതാവും കി ജുബാൻ പർ ആപ്സെ ആപ് ആ ജാത്തെ ഹേ, ഏതെങ്കിലും ഗസലിലെ അവസാനത്തെ വരിയിലെ അവസാനത്തെ ശബ്ദം ശ്രോതാവും കി ജുബാൻ പർ, അത് കേൾക്കുന്ന ആൾക്കാരാണ് സുന്നേവാലെ ശ്രോതാവും, ആ കേൾക്കുന്ന ആൾക്കാരുടെ ജുബാൻ പർ, ജുബാൻ മീൻസ് അവരുടെ നാവിൽ, ആപ്സെ ആപ് ആ ജാത്തെ ഹേ, ആപ്സെ ആപ് ആന മീൻസ് സ്വയം വന്നു ചേരുന്നത് പോലെ, വൈസേ ഹി ഇസ് കവിത കെ അന്തിമ ശബ്ദ്, അതുപോലെ തന്നെയാണ് ഈ കവിതയിലെ അവസാനത്തെ വാക്കായ അതായ് യാനി സാത്ത് സാത്ത് ചലന, അതായത് ഈ സാത്ത് സാത്ത് ചലന എന്ന് വെച്ചാൽ ഒരുമിച്ച് പോകുക എന്ന വേർഡ്, ആ സാത്ത് സാത്ത് ചലന എന്നുള്ള ആ ഒരുമിച്ച് പോകുക എന്നതിന് ശേഷം കെ ബാദ് യദി കവിതാപാഠ് റോക്ക് ദിയാ ജായത്തോ, അപ്പോൾ നമ്മൾ ആ കവിതാപാഠ് മീൻസ് കവിതാലാപനം റോക്ക് ദിയാ ജായത്തോ നിർത്തുകയാണെങ്കിൽ അല്ലെ നിർത്തിയാൽ, തോ സുന്നേവാലെ മീൻസ് അത് കേൾക്കുന്ന ആൾക്കാർ ഖുദ് വാക്യ പൂരാ കർ ദേങ്കെ, ഖുദ് ക അർത്ഥ ഹെ സ്വയം ആ വാക്യം പൂർത്തീകരിക്കും. എങ്ങനെ പൂർത്തീകരിക്കുന്നേ? ഓർ കഹ് ദേങ്കെ, ഇസ് പ്രകാർ കഹ് ദേങ്കെ, എപ്രകാരം പറയെങ്ങനെ? ജാൻതേ ഥേ, അറിയാമായിരുന്നു എന്ന്. യഹാ ഇസ് പ്രകാർ ബതായ ഹെ കി जिस प्रकार किसी गज़ल में आखिरी शेर के आखिरी शब्द जो श्रोताओं की ज़ुबान पर आपसे आप आ जाते हैं, वैसे ही इस कविता के अंतिम शब्द, वो अंतिम शब्द है साथ साथ चलने के बाद, इस कविता
आलाप रोक दिया जाए तो वो सुनने वाले स्वयं ही वो वाक्य पूरा कर देंगे. इस प्रकार कहेंगे जानते थे. എപ്രകാരമാണോ ഒരു ഗസലിലെ അവസാന കവിതയിലെ വരിയിലെ അവസാനമായ വാക്കിൽ നമ്മളെന്താ കേൾവിക്കാരുടെ നാവിൽ സ്വയം വന്നു ചേരുന്നത്, അപ്രകാരം ആ കവിതയുടെ ഈ കവിതയിലെ നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കവിതയിലെ അവസാന പങ്ക്തിയായ അവസാന ശബ്ദമായ സാ സാ ചലനയ്ക്ക് ശേഷം ആ കവിതാലാപനം നമ്മൾ സ്വയം അങ്ങ് നിർത്തുകയാണെങ്കിൽ അത് കേൾക്കുന്ന ആൾക്കാർ എന്ത് ചെയ്യും? ആ സെൻറ്റൻസ് കംപ്ലീറ്റ് ചെയ്യും. എന്നിട്ട് പറയും ജാൻതേ ഥേ, അറിയാമായിരുന്നു. സാത് സാത് ചലനെ സാത് സാത് ചലന എന്ന് വെച്ചാൽ ഒന്നിച്ച് പോകുവാൻ, ബാക്കി നമ്മൾ ഫിൽ ചെയ്യും. എങ്ങനെ? ജാൻതേ ഥേ, സാത് സാത് ചലന ജാൻതേ ഥേ, ഞങ്ങൾക്ക് ഒന്നിച്ച് പോകുവാനായി അറിയാമായിരുന്നു എന്ന്. ये कविता जानना शब्द के रूढ़िग्रस्त अर्थ को पूरी तरह से बदल देती है. ഈ കവിത അറിയുക എന്ന വാക്കിൻ്റെ പരമ്പരാഗതമായ അർത്ഥത്തെ പൂർണ്ണമായി മാറ്റിയിരിക്കുന്നു. इस कविता की पहली 2 पंक्तियों में ही कवि अपनी पूरी बात कह देता है. ഈ കവിതയുടെ ആദ്യത്തെ 2 വരികളിൽ തന്നെ കവി തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ മുഴുവനും പൂർണ്ണമായും പറയുന്നു. पंक्तियाँ उसी कहे गए को और सघन और गहरा करती है. ശേഷിക്കുന്ന വരികൾ ആ പറഞ്ഞ കാര്യങ്ങളെ കൂടുതൽ ശക്തമാക്കുകയും ആഴമുള്ളതാക്കി തീർക്കുകയും ചെയ്യുന്നു. कविता का संदेश है कि 2 मनुष्यों के बीच मनुष्यता का एहसास यानी मानवीय संवेदना होना ज़रूरी है, जानकारियाँ ज़रूरी नहीं है. അതായത് ഈ കവിതയിലൊരു സന്ദേശം നൽകുന്നുണ്ട്. അതാണിത്. 2 ആൾക്കാർ അല്ലെ 2 മനുഷ്യർക്കിടയിൽ മനുഷ്യത്വത്തിൻ്റെ അനുഭവം, അതായത് മാനവിക സഹാനുഭൂതി ഉണ്ടാവുക അത്യാവശ്യമാണ്, അറിവുകൾ അത്യാവശ്യമല്ല. അതാണ് ഇതിൻ്റെ സന്ദേശം. കിന്തു യഹ് സന്ദേശ കവിതാ മേ ഉപദേശ് കി തരഹ് നഹി ആതാ. എന്നാൽ ഈ സന്ദേശം കവിതയിൽ ഒരു ഉപദേശമായിട്ടല്ല വന്നിരിക്കുന്നത്. ഇത്രയുമാണ് ആ ചാപ്റ്ററിൻ്റെ എക്സ്പ്ലനേഷൻ.